മനഃപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ വാക്കുകളും പെരുമാറ്റമൊക്കെ വരനെ വല്ലാതെ വേദനിപ്പിക്കുവാണ് കേട്ടോ. വരനോട് അത്രയും മോശമായും വെറുപ്പോടു കൂടി സംസാരിക്കേണ്ടി വരുന്നത് രാധികയും വല്ലാതെ തളർത്തുന്നുണ്ട്. ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വരൻ വിഷമിച്ച് ഗാർഡൻ ഏരിയയുടെ അവിടെ ഇരിക്കുമായിരിക്കും. ഈ സമയം വരനാകെ മൂടൗട്ടായിരിക്കുന്നത് കണ്ട് മുത്തശ്ശി വരനെ സമാധാനിപ്പിക്കാനായിട്ട് വരൻ്റെ അരികിലേക്ക് എത്തുവാണ്. അങ്ങനെ വരനെ സമാധാനിപ്പിച്ചുകൊണ്ട് മുത്തശ്ശി പറയണേ, മനസ്സിൽ പ്രണയമുള്ളവരൊക്കെ ഈ വേദനയും അതിൻ്റെ പോഴ്ചലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടത് സ്വന്തമാവുമ്പോഴല്ലേടാ അതിൻ്റെ ഒരു ത്രില്ല്. നീ നോക്കിക്കോ, നിൻ്റെ ആഗ്രഹം പോലെ നിൻ്റെ ജീവിതത്തിലേക്ക് രാധിക വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും പറഞ്ഞു ചിരിക്കാനുള്ള കാര്യങ്ങളാകും ഇതെല്ലാം. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുന്നൊത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലേക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികനെ ആയിരിക്കും. ഈ സമയം രാധികയുടെ മുമ്പിലേക്ക് ഐശ്വര്യയുടെ കാർ എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും ഐശ്വര്യയും സോണിയും പുറത്തിറങ്ങുവാണ്. അങ്ങനെ ഐശ്വര്യയെ കാണുന്നതും രാധികയുടെ മുഖമൊക്കെ മാറുവാണ്. ഈ സമയം ഐശ്വര്യ സ്നേഹത്തോടെ രാധികയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. രാധികയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടമാവുന്നില്ല. അന്നേരം ഐശ്വര്യ പറയുന്നുണ്ട്, മോളുടെ പേരിൽ അമ്മ ഒരു പ്രത്യേക പൂജ നേർന്നിട്ടുണ്ട്. പൂജ നടക്കുമ്പോൾ മോള് കൂടി അമ്മയുടെ കൂടെ ഉണ്ടാവണം. രാധിക അത് അപ്പം തന്നെ വരില്ല എന്ന് പറയുവാണ് കേട്ടോ. എന്നാൽ ഐശ്വര്യ രാധികയുടെ മുമ്പിൽ കണ്ണീർ നാടകമൊക്കെ അഭിനയിക്കുവാണ്. അവസാനം വധാമെന്നെ സംബന്ധിച്ച് രാധിക വേഗം തന്നെ അവിടെ നിന്നും പോകുന്നതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്